എല്ലാവർക്കും നമസ്കാരം. ജയശ്രീ രാധേ രാധേ. ഇന്ന് എല്ലാവർക്കും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. പലർക്കും അറിയായിരിക്കും, അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവും. ആ മന്ത്രം ഇതാണ്: അനായാസേന മരണം വിനാ ദൈനേന ജീവനം ദേഹിമേ കൃപയാ ശംഭോ ത്വയി ഭക്തിം അജഞ്ചലം. ഞാനിത് ജപിക്കാറുള്ളത് അനായാസേന മരണം വിനാദൈനേന ജീവനം ദേഹിമേ കൃപയാ കൃഷ്ണോ ത്വയി ഭക്തി അജഞ്ചലം എന്നാണ്. കാരണം എനിക്ക് ഭഗവാൻ കൃഷ്ണനോടാണ് കൂടുതൽ ആരാധന. അതുകൊണ്ട് കൃഷ്ണനോടാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഇങ്ങനെ ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും ആരോട് പ്രാർത്ഥിച്ചാലും ഇതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അനായാസേന മരണം, അതായത് അനായാസേനയുള്ള മരണം, ബുദ്ധിമുട്ടിക്കാതെയുള്ള മരണം, മരണവേദന അറിയാതെയുള്ള മരണം. മരണസമയത്ത് അതികഠിനമായ വേദനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ മരണവേളയിൽ നമ്മൾ കിടന്ന് നരകിക്കാതെ, യാതനകൾ അനുഭവിക്കാതെ പെട്ടെന്നുള്ള ഒരു മരണം, അതാണ് അനായാസേന മരണം എന്ന് പറയുന്നത്. പിന്നെ വിനാദൈനേന ജീവനം. വിനാദൈനേന ജീവനം എന്ന് പറഞ്ഞാൽ ആരെയും ആശ്രയിക്കാതെയുള്ള ജീവിതം, ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെയുള്ള ജീവിതം, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം. അപ്പോൾ അനായാസേന മരണം വിനാദൈനേന ജീവനം ദേഹിമേ കൃപയാ ശംഭൂതു ഈ ഭക്തി അജഞ്ചലം. അതായത് ഈ ദേഹം വിട്ടുപോകുന്ന ആ സമയത്ത്, മരണസമയത്ത് ആ ഭഗവാനെ ഓർക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനുമുള്ള ആ ഒരു ഓർമ്മ നമുക്ക് തരണമേ, ആ ഭക്തി നമുക്ക് തരണമേ എന്നാണ് ഭഗവാനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. മരണസമയത്ത് നമുക്ക് ആ മരണവേദനയിൽ ഭഗവാന്റെ നാമം ജപിക്കാനോ ഭഗവാനെ ഒന്ന് ഓർക്കാനോ കഴിയണമെന്നില്ല. അപ്പോൾ ഭഗവാനോട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്: അനായാസമായുള്ള മരണവും ആരെയും ആശ്രയിക്കാതെയുള്ള ഒരു ജീവിതവും, ഈ ആത്മാവ് ശരീരം വിട്ടുപോകുന്ന ആ സമയത്ത് ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടുള്ള ഒരു മരണവും എനിക്ക് സാധ്യമാക്കി തരണമേ എന്ന്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ആ മരണസമയത്ത് ഭഗവാനെ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ ഭഗവാനെ പ്രാർത്ഥിച്ച്, ഭഗവാനെ മുന്നിൽ നിർത്തി കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്ത് ഭഗവാന്റെ നാമം ജപിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ മരണസമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ കഴിയും. അല്ലാതെ പെട്ടെന്ന് ആ മരണസമയത്ത് നമുക്ക് ഭഗവാനെ ഒരിക്കലും ഓർക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഇതായിരിക്കണം. അമ്പലത്തിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലോ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വെളിയിൽ കുറച്ച് സമയം നമ്മൾ വെറുതെ ഇരിക്കുമല്ലോ, ആ സമയത്തോ എപ്പോഴാണെന്ന് വെച്ചാൽ സമയം പോലെ, അല്ലെങ്കിൽ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം നമുക്ക് ജപിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ എല്ലാവരും പറ്റുമ്പോഴൊക്കെ ഈ മന്ത്രം ജപിക്കുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടിയാൽ തന്നെ നമ്മുടെ ജീവിതം സഫലമായില്ലേ. മറ്റെന്താ വേണ്ടത്? മരണവേദന അറിയാതെ പെട്ടെന്നുള്ള കിടന്ന് നരയിക്കാതെയുള്ള മരണം, ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെയുള്ള ഒരു ജീവിതം, പിന്നെ മരണസമയത്ത് ഭഗവാനെ ഓർക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യം മറ്റെന്താ ഉള്ളത്? ആ മരണസമയത്ത് നമ്മൾ ഭഗവാനെ ഓർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് എത്തിപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും സാധ്യമാക്കി തരണമേ എന്ന് ഭഗവാനോട് എല്ലാവരും പ്രാർത്ഥിക്കണം. ജയ ശ്രീ രാധേ രാധേ.